കേരളത്തിലെ ഇടതു സർക്കാർ പരിപോഷിപ്പിക്കുന്ന ഹിന്ദു സമുദായ അവഹേളനം അവസാനിപ്പിക്കണമെന്ന് തീയ ക്ഷേമസഭ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് സംഘടനാ നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ ജനുവരി 2 നറുക്കെടുപ്പ് തീയതിയുള്ള ടിക്കറ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതുമാണെന്ന് തീയ ക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പരിപാവനമായ ഭക്തിയോടെ ആരാധിച്ചു പോരുന്ന ശിവലിംഗത്തിൽ നേരിട്ട് ആർത്തവരക്തം അഭിഷേകം നടത്തുന്ന അതിനീചമായ ചിത്രമാണ് ഇതിലുള്ളത്. സർക്കാർ ബോധപൂർവം നടത്തുന്ന ഈ ഹിന്ദു സമുദായ അവഹേളനം പിൻവലിച്ച് മുഖ്യമന്ത്രി ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനുവരി 2 ഒരു ഹിന്ദുവും മറക്കാത്ത ദിനമായി മാറിയെന്നും ശബരീശന്റെ സന്നിധിയിൽ വർഷങ്ങളായി പാലിച്ചു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തുകൊണ്ട് 2 യുവതികളെ സർക്കാരിന്റെ ചെലവിലും സംരക്ഷണത്തിലും ചതിവിലൂടെ എത്തിച്ച അതേ ദിവസം തന്നെ നറുക്കെടുക്കുന്ന സുവർണ കേരളം ഭാഗ്യക്കുറിയിൽ അശ്ലീല ചിത്രം അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പിണറായി സർക്കാരിന്റെ ഗൂഢാലോചന സുവ്യക്തമാണെന്നും ഹിന്ദു സമുദായത്തെ നിരന്തരം അവഹേളിക്കുന്ന അപമാനിക്കുന്ന സർക്കാർ സംവിധാനം ഹിന്ദുക്കളുടെ കൂടി നികുതി പണത്തിലാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്നത് സർക്കാർ മറക്കരുതെന്നും തീയ ക്ഷേമസഭ ഓർമ്മപ്പെടുത്തി. ജനുവരി 2 കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷം മുമ്പ് നമ്മുടെ ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനങ്ങളുടെ ഭാഗമായി സർക്കാർ സ്പോൺസേഡ് സർക്കാരിന്റെ ചതിവിലൂടെ 2 സ്ത്രീകൾ ശബരിമലയിൽ കയറി ശബരിമലയുടെ ആചാരാനുഷ്ഠാനം ലംഘിച്ച ദിവസമാണ്. അന്ന് നറുക്കെടുക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റ്, സുവർണ കേരളം എന്നുള്ള ഈ ലോട്ടറി ടിക്കറ്റ് കേരള സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള കേന്ദ്രത്തിൽ കേരള സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ലോട്ടറിയിൽ ഹിന്ദു സമുദായത്തിന്റെ ശിവലിംഗത്തിന്റെ പേരിൽ ആത്മരക്തം ഒഴിക്കുന്ന നേരിട്ട് ഒഴിക്കുന്ന ഒരു ചിത്രവുമായിട്ട് ഈ ലോട്ടറി ഇന്ന് കേരള സർക്കാർ കൊണ്ടുവരണമെങ്കിൽ ഹിന്ദു സമുദായത്തിന് എത്രമാത്രം ഇവര് അധപ്പതിപ്പിച്ചു കാണുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അവഗണിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ഹിന്ദു സമുദായത്തോടുള്ള സ്നേഹം ഇതിലൂടെ കാണിക്കുന്നു മാത്രം. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങര, ജനറൽ സെക്രട്ടറി മയ്യൽ നാരായണൻ, സംസ്ഥാന കൺവീനർ തുരുത്തി രാഘവൻ പണിക്കർ, സംസ്ഥാന ജില്ലാതല ഭാരവാഹികളായ അനിൽ ചന്ദേര, നാരായണ മാസ്റ്റർ, രാജൻ ചിമേനി, KPP കുഞ്ഞിക്കോരൻ, CC ചിത്രാകരൻ, സതീശൻ അരമങ്ങാനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.